ഭൂട്ടാൻ വാഹനക്കടത്തിൽ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്ന് ഇഡി. റെയ്ഡിൽ വാഹന ഇടപാടുകളുടെ നിർണായക രേഖകൾ പിടിച്ചെടുത്തു. നടൻ ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള ആഡംബര വാഹന ഉടമകൾക്കുടൻ സമൻസ് നൽകും. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ ഹാജരാക്കാൻ നിർദ്ദേശമുണ്ട്. വാഹനക്കടത്തിൽ ആദായനികുതി വകുപ്പും അന്വേഷണത്തിന് ഒരുങ്ങുകയാണ്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, ഇതിൽ കൂടുതൽ കണ്ടെത്തലുകൾ വരുന്നു, കൂടുതൽ വിവരശേഖരണം ഉണ്ടാകുന്നു. ദുൽഖറിനെ അടക്കം താരങ്ങളെ ചോദ്യം ചെയ്യും എന്ന സൂചനകളും വരുന്നുണ്ട്. മറ്റെന്തൊക്കെ? കൃഷ്ണരാജ, ഇപ്പോൾ പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധനകൾ ഇന്നലെ നടത്തിയിട്ടുള്ള റെയ്ഡിനെ തുടർന്ന് നടത്തിയിട്ടുള്ള പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കുമ്പോൾ തന്നെ വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ ദുരൂഹതയാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുള്ളത്. കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട്, അത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തമായ തുടർ നടപടികളിലേക്കാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അന്വേഷണ സംഘം കടക്കുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ 17 കേന്ദ്രങ്ങളിൽ നിരവധി വ്യവസായികളുടെ അടക്കം സിനിമാ രംഗത്തെ ആളുകളുടെ അടക്കം വീടുകളിലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനകൾ വ്യാപകമായി ഒരേ സമയം നടന്ന റെയ്ഡുകൾ നടന്നത്. ആ റെയ്ഡിലാണ് ഇതിനായി പണം മുടക്കിയിരിക്കുന്നത്. വാഹനങ്ങൾക്കായി, ആഡംബര വാഹനങ്ങൾക്കായി പണം മുടക്കിയിരിക്കുന്നത്. സുതാര്യമായ രീതിയിലുള്ള പണമിടപാടുകളല്ല നടന്നത് എന്ന് വ്യക്തമായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആളുകളോടെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ റെയ്ഡ് നടന്ന സ്ഥലങ്ങളിലെ ആളുകളോടെല്ലാം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അടക്കം ഹാജരാക്കാനാണ് അന്വേഷണ സംഘം നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ പ്രാഥമികമായി ഇവരെ എല്ലാവരെയും തന്നെ വിളിച്ചു വരുത്തിയിരുന്നു. പരിശോധന നടക്കുമ്പോൾ അവരുടെ വീടുകളിലേക്ക് അന്വേഷണ സംഘം ഈ ആളുകളെ, ദുൽഖർ സൽമാൻ അടക്കമുള്ള ആളുകളെ വീടുകളിലേക്ക് വിളിച്ചു വരുത്തി ഈ വാങ്ങിയ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സാമ്പത്തിക സ്രോതസ് എന്നീ കാര്യങ്ങളിൽ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. പലർക്കും കൃത്യമായ ഒരു മറുപടി അന്വേഷണ സംഘത്തിന് നൽകാനുണ്ടായിരുന്നില്ല ഈ സാമ്പത്തിക സ്രോതസ്സുകൾ സംബന്ധിച്ച്. മാത്രമല്ല, നിരവധി ആഡംബര വാഹനങ്ങൾ ചെറിയ കാലയളവിനുള്ളിൽ ഈ ആളുകൾ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന് നൽകിയിരിക്കുന്ന ഒരു മറുപടി മൊഴി എന്ന് പറയുന്നത്, ഈ ചോദ്യം റെയ്ഡ് നടക്കുന്നതിനിടയിൽ അവിടെ എത്തിയപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്, ഇത് ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളായിരുന്നു എന്ന് തങ്ങൾക്കറിയില്ല, തങ്ങൾ നിയമപ്രകാരമാണ് ഇത് വാങ്ങിയത് എന്നാണ്. എന്നാൽ പണമിടപാട് സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ഇവരാരും തയ്യാറായില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ദുൽഖർ സൽമാൻ അടക്കമുള്ള ആളുകളെ, അമിത് ചക്കാലക്കൽ, ദുൽഖർ സൽമാൻ അടക്കമുള്ള ആളുകളെ സമൻസ് നൽകി വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യുക എന്നൊരു നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കാൻ ഒരുങ്ങുന്നത്. നേരത്തെ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ടായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതിൽ അന്വേഷണത്തിലേക്ക് കടന്നത്. കാരണം കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ തന്നെ കള്ളപ്പണ ഇടപാടുകളെക്കുറിച്ച് സൂചനകൾ ലഭിച്ചു. അങ്ങനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം വിവരങ്ങൾ കൈമാറുന്നതും നേരിട്ട് ഉദ്യോഗസ്ഥർ കസ്റ്റംസ് ഓഫീസിലെത്തി വിവരശേഖരണവും ഒപ്പം തന്നെ രേഖകളുടെ പരിശോധനയും എല്ലാം പൂർത്തിയാക്കിയത്. അതിനുശേഷമാണ് വിവിധ കേന്ദ്രങ്ങളിൽ 5 യൂണിറ്റുകളിൽ നിന്ന്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 5 യൂണിറ്റുകളിൽ നിന്നുള്ള 200ഓളം ഉദ്യോഗസ്ഥർ ഒരേ സമയം പരിശോധനകൾ നടത്തിയത്. ഇനിയുള്ള പ്രധാനപ്പെട്ട നടപടി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യുക, ദുൽഖർ അടക്കമുള്ള ആളുകൾക്ക് സമൻസ് നൽകും. ഒപ്പം തന്നെയാണ് ആദായ നികുതി വകുപ്പിന്റെ ഒരു അന്വേഷണത്തിലേക്ക് കൂടിയാണ് ഭൂട്ടാൻ വാഹനക്കടത്ത് കടക്കുന്നത്. കാരണം നേരത്തെ കസ്റ്റംസിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും പിന്നാലെ ആദായ നികുതി തട്ടിപ്പുകൾ കൂടി നടത്തിയിരുന്ന ആളുകൾ ഈ വാഹനങ്ങൾ വാങ്ങിയതിൽ ഉണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. അവരുടെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കണം. നേരത്തെ തന്നെ ദുൽഖർ അടക്കമുള്ള സിനിമാ താരങ്ങളെ നിരീക്ഷണത്തിലാക്കിയിരുന്നു, ആദായ നികുതി വകുപ്പ് നിരീക്ഷണത്തിലാക്കിയിരുന്നു. അവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ പ്രാഥമിക ചിലമായ പരിശോധനകൾ നടത്തിയിരുന്നു. നല്ല വിശദമായി തന്നെയുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ആദായ നികുതി വകുപ്പ് കൂടി കടക്കുകയും ചെയ്യുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട രേഖകളുടെ പരിശോധനകൾ, നിലവിൽ പിടിച്ചെടുത്ത വാഹനങ്ങൾക്ക് പുറമെ മറ്റു വാഹനങ്ങളെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണവും നടക്കുകയാണ്. ശരി.